ഹലോ ഹായ്, ഇന്നൊരു വെള്ളരിക്ക വെച്ചിട്ട് ഒഴിച്ചെറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തക്കാളി, ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ ഒരു മൺചട്ടിയിൽ വെള്ളരിക്ക ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, 3-4 പച്ചമുളക്, കറിവേപ്പില, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചല്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്തെടുക്കാം. അരപ്പ് ചേർത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പതുക്കെ തിള വരണം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പം തൈരും കൂടി ചേർത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ബൗൾ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്തെടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ ആ തൈരും കൂടി ഒന്ന് മിക്സിയിലൊന്ന് പതുക്കെ കറക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തൈര് ചേർക്കുമ്പോൾ. ഒരുപാട് പുളിയൊന്നുമില്ല കേട്ടോ, ഒരു മീഡിയം പുളി. ഇനിയിപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ചൂടായിക്കോളും, പതുക്കെ തലയൊക്കെ വന്നോളും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. പിന്നെ ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 5-6 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതാണ്, അതും കറിവേപ്പിലയും ഉണ്ടമുളക് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ് കേട്ടോ ഇത് ചോറ് കൂട്ടി കഴിക്കാനായിട്ട്. ഇതും പിന്നെ വല്ല ഉണക്കമീനോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ കറിയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.